അത്ര തണുപ്പാണ്. എന്ത് ജാക്കറ്റ് ഇട്ടാലും -20 വരെ പോകുന്ന ജാക്കറ്റാണ് ഞാൻ ഇട്ടോണ്ടിരുന്നത്. ആ തണുപ്പിലാണ് തന്നെയും മലയാളി സാരി ഉടുത്ത് പോവാൻ സ്വപ്നം കണ്ടതല്ലേ? അതെ അതെ, അത് അവിടെ എത്തിയിട്ടാണ് ഞാൻ ഉടുക്കുന്നത്. അത് ബേസ് ക്യാമ്പിൽ എത്തിയതിനു ശേഷം ഉടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയത്. അപ്പൊ അവിടെ എത്തിയപ്പോ അവിടെ ഭയങ്കര കാറ്റാ, നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഇതൊക്കെ പറന്നു പോകും. അപ്പോൾ ഇവിടുന്ന് എല്ലാം പിന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നതും. അവിടെ എത്തിയ ഉടനെ തന്നെ അതങ്ങ് എടുത്തുടുക്കുന്നു. ഗംഭീരമായി ചേച്ചി ആ സാരിയെ കൊടുത്ത് നിൽക്കുന്ന ചിത്രമുണ്ടല്ലോ, അവിടെ ത്രിവർണ്ണ പതാകയൊക്കെ പിടിച്ച് നിൽക്കുന്ന ദൃശ്യം ഗംഭീരമായി. അപ്പോൾ എന്തായാലും ബേസ് ക്യാമ്പ് വരെ ചേച്ചി പോയി, അതിനുശേഷം പിന്നീട് ചേച്ചി തിരിച്ചു വന്നു. അപ്പം ഈ യാത്രയിലുടനീളം ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ വരുമ്പോൾ മനസ്സിൽ നിൽക്കുന്ന ചിത്രം എന്താ ചേച്ചിയുടെ? ചിത്രം എന്ന് വെച്ചാൽ ആ മനോഹരമായ എവറസ്റ്റ് നമ്മൾ ഒരു ലബൂച്ച എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ഭാഗം നമുക്ക് എവറസ്റ്റിൻ്റെ ഒരുപാട് ഭാഗം നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ കാണുമ്പോൾ ഞാൻ കുട്ടിക്കാലത്തെ കാണാൻ ആഗ്രഹിച്ച എവറസ്റ്റ് എൻ്റെ കണ്ണുമുന്നിൽ ഇങ്ങനെ നിൽക്കുമല്ലേ, ഫീലാണ് തീർച്ചയായിട്ടും. ഇത്രയും വലിയ എവറസ്റ്റിന്റെ മുന്നിൽ ഞാനൊരു എന്താ പറയുക പുഴു പോലെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ചേച്ചി ഈ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അടുത്ത യാത്ര ചൈനയിലേക്കാണെന്ന് കേട്ടു. അതെ അതെ, തീർച്ചയായിട്ടും. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാഗ്രഹമാണ്, പോകണം എന്നുള്ള വിചാരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ചൈന വൻമതിൽ. അത് കാണുന്ന നല്ല ആഗ്രഹത്തിൽ നിൽക്കുവാണ്.